ഹായ് ഗൈസ്, ഇസ്ലാം മഖാച്ചെ വേഴ്സസ് JDM. ഡബിൾ ചാമ്പ് ആകാനുള്ള ഇസ്ലാം മഖാച്ചിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ്, JDMൻ്റെ ആദ്യത്തെ ടൈറ്റിൽ ഡിഫൻസ്. ഈ രണ്ട് കാര്യങ്ങളെക്കാൾ ഉപരി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു മാച്ചാണ് ഇസ്ലാം മഖാച്ചെ വേഴ്സസ് JDM. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്ലാം മഖാച്ചെ വേഴ്സസ് ഇലിയട്ടപ്പ് ഒരു മാച്ചിന് വേണ്ടിയിട്ടാണ്. ആ ഒരു മാച്ചിന് മുമ്പുള്ള ചെറിയൊരു തടസ്സമാണ് JDM. ചെറിയൊരു തടസ്സമല്ല, അത്യാവശ്യം നല്ലൊരു തടസ്സമാണത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു മാച്ച് ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇസ്ലാം മഖാച്ചെ ജയിക്കണമെന്നാണ്. കാര്യം ഈ ഒരു ഫൈറ്റ് തന്നെ പ്രധാന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇസ്ലാം മഖാച്ചെ വേഴ്സസ് ഇലിയട്ടപ്പ് ഒരു ഫൈറ്റ്. അതിനേക്കാൾ ഉപരി ഇസ്ലാം മഖാച്ചെ ആ ഒരു വിൻ സ്ട്രിക് റെക്കോർഡ് പൊട്ടിക്കാറായി നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ 15 വിന്നായി. ആൻഡേഴ്സൺ സിൽവയുടെ റെക്കോർഡ് 16 വിന്നാണ്. അപ്പോൾ ഒരു വിന്നൂടെ കിട്ടിക്കഴിഞ്ഞാൽ JDMനെ തോപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു റെക്കോർഡ് 16 ആയിട്ട് മാറും. അതായത് ആൻഡേഴ്സൺ സിൽവയുടെ റെക്കോർഡ് ടൈ ആവും. പിന്നെ ഒരു വിന്നും കൂടെ ആയി കഴിഞ്ഞാൽ 17 ആവും. അങ്ങനെ ആ ഒരു വിൻ സ്ട്രിക് റെക്കോർഡ് പൊട്ടിക്കും. UFC ഏറ്റവും കൂടുതൽ വിൻ സ്ട്രിക് എന്ന് പറയുന്ന റെക്കോർഡ് ഇസ്ലാം മഖാച്ചെൻ്റെ പേരിലാവും. ടോപ്പ് 5 ഗോട്ട് ലിസ്റ്റിൽ ഇസ്ലാം മഖാച്ചെ പെർമനൻ്റ്ലി അവിടെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇസ്ലാം മഖാച്ചെ ജയിക്കണമെന്നുണ്ട്. പക്ഷേ ദാറ്റ് ബീങ് സെഡ്, എനിക്ക് JDMനെ ഭയങ്കര ഇഷ്ടമാണ്. JDM ഫൈറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് JDMനെ. പിന്നെ ഇസ്ലാം മഖാച്ചെൻ്റെ ആ ഒരു വെൽറ്റർ വെയ്റ്റ് പ്രവേശനം ഒരുപാട് പേരും ഡിസ്കസ് ചെയ്തതാണ്. അത് ഒരുപാട് പേരും പറയുന്നത് ഇസ്ലാം മഖാച്ചെ ഇലിയട്ടപ്പ് പേടിച്ചിട്ടാണ് വെൽറ്റർ വെയ്റ്റിൽ പോയെന്നൊക്കെ. അതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. കാര്യം ഇപ്പം കറണ്ട് വെൽറ്റർ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് UFCയുടെ ഏറ്റവും സ്റ്റാക്ഡ് ഡിവിഷനാണ് വെൽറ്റർ വെയ്റ്റ്. JDM, ഷോൺ ബ്രേഡി, ഷൗക്കത്ത്, ഇയാൻ ഗാരി, മൈക്കൽ മൊറാലസ്, ഉസ്മാൻ, ബക്ലി, ബെലാൽ, ലിയോൺ എഡ്വേർഡ്സ്, അങ്ങനെ മൊത്തത്തിൽ സ്റ്റാക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിവിഷനാണ് വെൽറ്റർ വെയ്റ്റ്. അതുകൊണ്ട് തന്നെ ഇലിയട്ടപ്പ് പഠിച്ചിട്ട് മഖാച്ചെ വെൽറ്റർ വെയ്റ്റിൽ പോയെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഫെദർ വെയ്റ്റിൽ നിന്ന് കയറി വരുന്ന ഇലിയട്ടപ്പ് ഇസ്ലാം മഖാച്ചെനെ തോപ്പിക്കുന്നത് ശരിക്കും വെൽറ്റർ വെയ്റ്റിൽ പോയി തോക്കുന്നതിനേക്കാളും ഭയങ്കര നാടക്കം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിൽ ശരിയാണ്. പിന്നെ മാത്രമല്ല, വേറെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം മഖാച്ചെ ഇലിയട്ടപ്പ് തോപ്പിച്ചെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇസ്ലാം മഖാച്ചെൻ്റെ കരിയറിൽ നേടാനില്ല. ജസ്റ്റ് ഒരു ചലഞ്ചിങ് ഫൈറ്റ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതേസമയം വെൽറ്റർ വെയ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് ബെൽറ്റിലേക്കുള്ള ഒരു അറ്റംപ്റ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ മഖാച്ചെനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം വെൽറ്റർ വെയ്റ്റിൽ പോകുന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാം മഖാച്ചെ വെൽറ്റർ വെയ്റ്റിൽ പോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേരും ഇമ്മീഡിയറ്റ്ലി ഇലിയട്ടപ്പ് വേഴ്സസ് ഇസ്ലാം മഖാച്ചെ ഫൈറ്റ് കിട്ടാത്തതിൽ വിഷമിക്കുന്നൊക്കെ കണ്ടു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാളും നല്ലൊരു ഫൈറ്റ് ആയിരിക്കും ഈ ഒരു JDM വേഴ്സസ് ഇസ്ലാം മഖാച്ചെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇലിയട്ടപ്പ് വേഴ്സസ് ഇസ്ലാം മഖാച്ചെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് പറഞ്ഞത് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം മഖാച്ചെന് തന്നെയാണ് എഡ്ജുള്ളത് ഇലിയട്ടപ്പിനേക്കാളും. മാത്രമല്ല, ഇപ്പം ഇത്രയും നാളും ഇസ്ലാം മഖാച്ചെ ചെയ്തു വരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇലിയട്ടപ്പിനെതിരെ ഇസ്ലാം മഖാച്ചെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അവിടെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇലിയട്ടപ്പ് മഖാച്ചെനെ KO ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് മഖാച്ചെവിന് ഇതുവരെ ഇല്ലാത്ത പോലൊരു മാച്ചായിരിക്കും ഈ ഒരു മാച്ച്. അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഖാച്ചെവ് തൻ്റെ കരിയറിൽ ഇതുവരെ എടുക്കാത്തൊരു റിസ്ക്കാണ് വെൽറ്റർ വെയ്റ്റ് മുമ്പ് എടുക്കുന്നത്. കാരണം ഇത്രയും നാളും മഖാച്ചെവിന് തൻ്റെ ഒപ്പണൻസിൻ്റെ മേലിൽ സൈസിൻ്റെയും സ്ട്രെങ്തിൻ്റെയും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇനി അത് കാണത്തില്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് ഇത്രയും നാളും മഖാച്ചെവ് ഫൈറ്റ് ചെയ്തിരുന്ന സകല ഒപ്പണൻസിനേക്കാളും സ്ട്രോങ്ങറാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മഖാച്ചെവിൻ്റെ ഇത്ര നാളത്തെ ഒപ്പണൻസ് ആരൊക്കെയാണ്? ഡസ്റ്റിൻ പോറിയർ ഫോർമർ ഫെദർ വെയ്റ്റ് ആണ്. വോൾക്കനോസ്കി ഫെദർ വെയ്റ്റ് ആണ്. ചാൾസ് ഒലിവേര ഫോർമർ ഫെദർ വെയ്റ്റ് ആണ്. മൊയ്ക്കാനോ ഫോർമർ ഫെദർ വെയ്റ്റ് ആണ്. മാത്രമല്ല, ആ ഒരു സൈസിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചെങ്കിലും ഇസ്ലാം മഖാച്ചെൻ്റെ ആ ഒരു സൈസിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് ചാൾസ് ഒലിവേര മാത്രമായിരുന്നു. അങ്ങനെ എല്ലാവരുടെ മേലും ഇസ്ലാം മഖാച്ചെന് ആ ഒരു ഫിസിക്കാലിറ്റിയുടെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാതെ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ് വെൽറ്റർ വെയ്റ്റിൽ ഇസ്ലാം മഖാച്ചെ. ഇപ്പോൾ ഇസ്ലാം മഖാച്ചെൻ്റെ ഒരു വാക്കറം വെയിറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 185 ഒക്കെയാണ്. ഇസ്ലാം മഖാച്ചെന് അതിന് മേളിൽ കൂടെ പോകാൻ പറ്റുന്നേ ഉള്ളൂ. കാര്യം ഇപ്പം ലൈറ്റ് വെയ്റ്റിൽ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്രയും ഒരു വെയിറ്റ് കട്ട് നടത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും റെഗുലേറ്റഡ് ആയിട്ടാണ് മഖാച്ചെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പരിധി വിട്ടുന്ന മഖാച്ചെ വെയിറ്റ് കൂട്ടത്തില്ല. അതുകൊണ്ട് ഒരു 183, 185 ആ ഒരു റേഞ്ചിനകത്തിൽ എപ്പോഴും ആ ഒരു വെയിറ്റ് റെഗുലേറ്റ് ചെയ്ത് മഖാച്ചെ നിർത്തുമായിരുന്നു. ഇനി എന്തായാലും വെൽറ്റർ വെയ്റ്റ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യമില്ല. മാത്രമല്ല, കുറച്ചുകൂടെ വെയിറ്റ് പുട്ട് ഓൺ ചെയ്യാൻ നോക്കുകയും ചെയ്യും. പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽറ്റർ വെയ്റ്റിൽ മഖാച്ചെന് ആ ഒരു വെയിറ്റിൻ്റെയോ സൈസിൻ്റെ അഡ്വാൻറ്റേജ് കാണത്തില്ല. ഏറെക്കുറെ സെയിം സൈസ് ആൾക്കാരായിട്ടാണ് മഖാച്ചെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മഖാച്ചെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നാച്ചുറൽ വെൽറ്റർ വെയ്റ്റ് ആണ്. ശരിക്കും വെൽറ്റർ വെയ്റ്റിൽ പോയി ഫൈറ്റ് ചെയ്യേണ്ട ആളാണ് ഇസ്ലാം മഖാച്ചെ. അങ്ങനെ മഖാച്ചെ ഫൈനലി വെൽറ്റർ വെയ്റ്റിലേക്ക് കയറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒരു JDM വേഴ്സസ് ഇസ്ലാം മഖാച്ചെൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഇസ്ലാം മഖാച്ചെന് വളരെ സൂട്ടബിൾ ഒപ്പോണൻ്റ് ആണ് JDM. കാര്യം JDM എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഹ്യൂജ് വെൽറ്റർ വെയ്റ്റ് ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഷോൺ ബ്രേഡിയോ അല്ലെങ്കിൽ മൈക്കൽ മൊറാൽസോ ഇവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും JDM എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ വെൽറ്റർ വെയ്റ്റ് ആണ് JDM. അതുകൊണ്ട് തന്നെ JDMൻ്റെ മഖാച്ചെൻ്റെ മേളിൽ അത്ര ഹ്യൂജ് ഫിസിക്കാലിറ്റിയുടെ അഡ്വാൻറ്റേജ് ഒന്നും കാണത്തില്ല. പക്ഷേ JDM മഖാച്ചെനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റും കുറച്ചുകൂടെ റീച്ചൊക്കെ ഉള്ളൊരു ഫൈറ്ററാണ്. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ശരിക്കും അത്ര വലിയൊരു അഡ്വാൻറ്റേജ് ഒന്നും JDMന് എന്തായാലും ഇല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഖാച്ചെ ആദ്യമായിട്ടാണ് ഒരു സെയിം സൈസ് ആളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സ്റ്റൈലിസ്റ്റിക്കലി ഈ ഒരു മാച്ച് എങ്ങനെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മഖാച്ചെന് കുറച്ച് പണിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JDM വേഴ്സസ് ബെലാൽ ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇസ്ലാം മഖാച്ചെ വേഴ്സസ് ഡസ്റ്റിൻ പോറിയർ ഫൈറ്റ് നമ്മൾ കണ്ടതാണ്. ഇസ്ലാം മഖാച്ചെ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള 2 ഫൈറ്റ്സാണ് ഡസ്റ്റിൻ പോറിയറും വോൾക്കനോസ്കി. ശരിക്കും ഡസ്റ്റിൻ പോറിയറിനെതിരെ ഇസ്ലാം മഖാച്ചെ സ്ട്രഗിൾ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും നമ്മളാരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യമല്ലത്. ആ ഒരു ഫൈറ്റിൽ ശരിക്കും ഫസ്റ്റ് റൗണ്ടിൽ ഇസ്ലാം മഖാച്ചെ ഡൊമിനേറ്റ് ചെയ്തു.
പക്ഷേ ആ റൗണ്ട് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തിയിട്ടാണ് ഡസ്റ്റിൻ പോയർ ഇറങ്ങിയത്. മാത്രമല്ല ആ ഒരു ബ്രൗളിങ്ങിലേക്ക് കൊണ്ടുപോകാൻ ഡസ്റ്റിൻ പോയർ ശ്രമിക്കുകയും ചെയ്തു, അതിലൊരു പരിധി വരെ ജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മഖാച്ചേവൻ അത്ര ഒരു ടഫ് ഫൈറ്റായിട്ട് മാറിയത്. മഖാച്ചേവൻ ശരിക്കും ഡസ്റ്റിൻ പോയറിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ അത്ര സ്പീഡിൽ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഓൺ ഫീറ്റ് ഡസ്റ്റിൻ പോയർ മഖാച്ചേവനെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മഖാച്ചേവ് വേഴ്സസ് വോൾക്കനോസ്കി ഫസ്റ്റ് ഫൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ മഖാച്ചേവ് ഗ്രൗണ്ടിൽ അത്ര ഭയങ്കര സക്സസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വോൾക്കനോസ്കി അവിടെ കൺട്രോൾ ചെയ്ത് പിടിച്ച് വെക്കാം എന്നതല്ലാതെ അവിടെ പ്രത്യേകിച്ച് വലിയ ഡാമേജ് ഒന്നും വരുത്താൻ ഇസ്ലാം മഖാച്ചേവിന് പറ്റിയില്ല, അവിടെ സബ്മിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. മാത്രമല്ല ആ ഒരു ഫൈറ്റിൽ ഇസ്ലാം മഖാച്ചേവ് വോൾക്കനോസ്കിക്കെതിരെ ജയിച്ചത് സ്ട്രൈക്കിങ്ങിലുമാണ്. അന്നേരം ഇവിടെ ഓൺ ഫീറ്റിൽ ഡസ്റ്റിൻ പോയറിനെതിരെ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു, ഗ്രൗണ്ടിൽ വോൾക്കനോസ്കിക്കെതിരെ സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു. വോൾക്കനോസ്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇലിയ വേഴ്സസ് ഇസ്ലാം മഖാച്ചേവ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോൾക്ക് അറൗണ്ട് ഒരു 100 kg വെയിറ്റ് വരുന്ന പഴയ റഗ്ബി പ്ലെയറാണ്. ആ ഒരു ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ശരിക്കും ആ ഒരു ഹൈറ്റ് കുറവായതുകൊണ്ടാണ് ശരിക്കും വോൾക്കനോസ്കി ആ ഒരു ഫെദർ വെയിറ്റിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കൂട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയാണ് വോൾക്കനോസ്കി. അതുകൊണ്ട് തന്നെ സ്ട്രെങ്തിൻ്റെ കാര്യത്തിൽ വോൾക്കനോസ്കി ഇസ്ലാം മഖാച്ചേവായിട്ട് കുറേ പിടിച്ചിരിക്കാൻ പറ്റി. പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് വോൾക്കനോസ്കിയുടെ കൂടെ ഉണ്ടായിരുന്ന ക്രൈഗ് ജോൺസ് ആണ്. ഇതേ ക്രൈഗ് ജോൺസ് JDMൻ്റെ കൂടെ ഉണ്ട്. ഈ ക്രൈഗ് ജോൺസിൻ്റെ പ്രസൻസ് ശരിക്കും ഈ ഒരു ഫൈറ്റിൽ നിർണായകമായേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ JDM വേഴ്സസ് ബലാലിൻ്റെ കാര്യമാണെങ്കിൽ ഇത് ഒരുപാട് പേരും പറയുന്നൊരു കാര്യമാണ്, ബലാൽ JDMനെ സ്ട്രൈക്ക് ചെയ്യാൻ നിന്നു, ബലാൽ JDMനെതിരെ റെസൽ ചെയ്തില്ല, ടേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നൊരു കാര്യം. ആ ഒരു ഫസ്റ്റ് റൗണ്ട് ശരിക്കും ജഡ്ജസ് കൊടുത്തേക്കുന്നത് ബലാലിനാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് JDM സ്കോർ ചെയ്തത്. ഇപ്പം JDMനെ ബലാൽ ടേക്ക് ഡൗൺ ചെയ്ത് നോക്കിയില്ല എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഡാനിയൽ കോർമിയർക്ക് അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടായിരുന്നു, ശരിക്കും ലിയോണിനെ ഫൈറ്റ് ചെയ്തതുപോലെ JDMനെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അവിടെയാണ് ആൾക്കാർ ഒരുപാട് ഒരു ഇഗ്നോർ ചെയ്യുന്ന ആസ്പെക്ട്, ഫുഡ് വർക്ക് എന്ന് പറയുമ്പോൾ JDM കണ്ടിന്യൂസ്ലി സ്റ്റാൻസസ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ JDM എന്ന് പറയുമ്പം ശരിക്കും UFC ഏറ്റവും ബെസ്റ്റ് ബോക്സസിൽ ഒരാളാണ്. ഇലിയ ടൊപ്പുരിയും JDM ആണ് UFC ഏറ്റവും 2 ബെസ്റ്റ് ബോക്സസ്. അത് രണ്ട് സ്റ്റൈലാണ്. ഇപ്പം ഇലിയ ടൊപ്പുരി എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി ഹാൻഡാണ്, ഓരോ ഹിറ്റിലും ഒപ്പണന്റിനെ KO ചെയ്യാനാണ് ഇലിയ ടൊപ്പുരി നോക്കുന്നത്. എന്നാൽ JDM എന്ന് പറയുമ്പോഴത്തേക്ക് കറക്റ്റിൽ പിങ് ചെയ്യുക, മൂവ് ചെയ്യുക, ആ രീതിയിൽ കണ്ടിന്യൂസ്ലി സ്റ്റിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക, ആ രീതിയിൽ ഭയങ്കര രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ബലാലിന് ശരിക്കും പ്രോപ്പർലി ടേക്ക് ഡൗൺ ചെയ്യാൻ ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റ് JDM വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്ലേഴ്സിൻ്റെ കാര്യം പറയത്തില്ല, അതായത് നേരെ പോയി ടേക്ക് ഡൗൺ ചെയ്യുക, അവിടെ കിടക്കുക, ഈ ഒരു കാര്യം നമ്മൾ പറയത്തില്ലേ. ഒരു മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെല്ലാം ടേക്ക് ഡൗൺസ് വരുന്നത് ഫെൻസിനോട് ചേർന്നിട്ടാണ്. ഈ മെജോറിറ്റി ആൾക്കാരുടെ ഇപ്പോൾ ബലാലിലേക്ക് ആണെങ്കിലും ടേക്ക് ഡൗൺസ് മിക്കവരെല്ലാം വരുന്നത്, ബലാലിൻ്റെ ആണെങ്കിലും മഖാച്ചേവൻ്റെ ആണെങ്കിലും എല്ലാവരെയും ടേക്ക് ഡൗൺസ് വരുന്നത് ഫെൻസിനോട് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ JDM ഇവിടെ ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ആംഗിൾ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുക. അതായത് നേരെ ഇപ്പം ബലാൽ നന്നായിട്ട് പ്രഷർ കൊടുക്കുന്ന ആളാണ്, അതുപോലെ തന്നെ JDM പ്രഷർ ചെയ്യുന്ന ആൾ തന്നെയാണ്. ബലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ പ്രഷർ ചെയ്ത് ആ ഒരു ഫെൻസിൻ്റെ അവിടെ കൊണ്ടിട്ട് ടേക്ക് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇട്ട് എന്തോ ചെയ്യുക. ഇതാണ് ബലാൽ ബേസിക്കലി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഈ പ്രഷർ ചെയ്യുന്ന റെസ്ലേഴ്സ് മിക്കവാറും എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അന്നേരം JDM നേരെ ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ, പുറോട്ട് പോകുകയാണെങ്കിൽ നേരെ ആംഗിൾ കട്ട് ചെയ്തിട്ട് പിങ് ചെയ്യുക, നേരെ ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യുക. അത് ഒരിക്കലും ആ ഒരു ബാക്ക് ഫെൻസിലോട്ട് പോകാതിരിക്കാൻ JDM നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് JDM ഒരിക്കലും ആ ഒരു സെൻറ്റർ ഏരിയ വിട്ടിട്ട് വലിയ രീതിയിൽ പുറകോട്ട് പോയിട്ടില്ല. അതിനിങ്ങനെ കോൺസ്റ്റൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബലാലിന് JDMനെ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബലാൽ റെസ്ൽ ചെയ്യാൻ തന്നെ പോകുന്നത് JDMനെ അറിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതി, ഇപ്പം JDMൻ്റെ ഹാൻഡ്സ് കമ്പാരിറ്റീവ്ലി ലോ ആയിരുന്നു. അതായത് നേരെ ഒരു മുഖത്ത് ഇങ്ങനെ വെച്ചല്ല JDM ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, കുറച്ചുകൂടെ ലോവർ ആയിട്ടാണ് ഹാൻഡ്സ് പിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നേരെ ടേക്ക് ഡൗൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നേരെ അണ്ടർ ഹുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഹാൻഡ്സ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല എപ്പം ബലാൽ ടേക്ക് ഡൗൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു അപ്പർ കട്ടിൻ്റെ ത്രെറ്റും ഉണ്ടായിരുന്നു. അതിന് കൈ അങ്ങനെ വെച്ചിട്ട് JDM ആ ഒരു സ്ട്രൈക്കിംഗ് ഡിഫൻസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നേരെ ആ ഒരു ഫുട് വർക്കും ഹെഡ് മൂവ്മെൻറ്റ് വരുന്നത്, അങ്ങോട്ടും കൂടെ സ്ലിപ്പ് ചെയ്യുക, റോൾ ചെയ്യുക, ആ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. അന്നേരം വളരെ സ്മാർട്ടായിട്ടാണ് JDM ഫൈറ്റ് ചെയ്തത്. അതുമാത്രമല്ല JDMന് നല്ല ടേക്ക് ഡൗൺ ഡിഫൻസും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഗിൽബർട്ട് ബേൺസ് വേഴ്സസ് JDM ഫൈറ്റ് കണ്ടതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വിചാരിച്ച്, ഇപ്പം ബലാൽ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ഇത്രയും പ്രഷർ ചെയ്ത് റെസ്ൽ ചെയ്യുന്ന ആളാണ്, ആരും JDM എന്തായാലും സർവൈവ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചു. പക്ഷേ JDMൻ്റെ ടേക്ക് ഡൗൺ ഡിഫൻസ് ഇൻസൈൻ ആയിരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രൈഗ് ജോൺസ് JDMൻ്റെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ക്രൈഗ് ജോൺസ് ആരാ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, വേൾഡ്സ് സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഗ്രാപ്ലറാണ് ക്രൈഗ് ജോൺസ്. അതായത് നിങ്ങൾ ജുരിറ്റ്സു കാണുന്നവരാണെങ്കിൽ അറിയാം, ഗോർഡൺ റയാൻ എന്ന് പറയുമ്പോഴത്തേക്ക് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഗ്രാപ്ലറാണ്. ഈ ക്രൈഗ് ജോൺസ് ബാക്കി എല്ലാവരും തോപ്പിക്കും, പക്ഷേ ഗോർഡൺ റയാനെ മാത്രം തോപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വേൾഡ്സ് സെക്കൻഡ് ഗ്രേറ്റസ്റ്റ് ഗ്രാപ്ലർ എന്നാണ് ക്രൈഗ് ജോൺസിനെ വിളിക്കുന്നത്. ശരിക്കും ഒരു നടക്കുന്ന ട്രോളാണ് ക്രൈഗ് ജോൺസ്. കാരണം പറഞ്ഞെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈഗ് ജോൺസ് അത്രയും ഒരു ഇൻസൈൻ ഗ്രാപ്ലറാണ്. മാത്രമല്ല ഈ ഒരു ഡാഗസ്റ്റാനി റെസ്ലിങ്ങിനെ പതുക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുമാണ് ക്രൈഗ് ജോൺസ്. അന്നേരം ഈ ഒരു ബലാൽ ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും JDMനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇസ്ലാം മഖാച്ചേവിനെതിരെയുള്ള ഒരു നല്ല ട്രെയിനിങ് ആയിരുന്നു. ഇവിടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലാൽ ഇസ്ലാമിനേക്കാളും ബെറ്റർ കാർഡിയോ ഉള്ള കുറേ കൂടെ റിലൻലെസ് ആയിട്ട് റെസ്ൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബലാൽ. ഓക്കെ, ഇപ്പോൾ ഇസ്ലാം മഖാച്ചേവിൻ്റെ അത്ര നല്ലൊരു ഗ്രാപ്ലർ അല്ലെന്നേ ഉള്ളൂ, ആ ഒരു ഫിനിഷിംഗ് എബിലിറ്റി ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇസ്ലാം മഖാച്ചേവിൻ്റെ കൂട്ട് തന്നെ ഒരുപക്ഷെ അതിനേക്കാളും നന്നായിട്ട് റെസ്ൽ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ് ബലാൽ മുഹമ്മദ്. അതുകൊണ്ട് തന്നെ ശരിക്കും JDMന് മഖാച്ചേവിനെതിരെ കിട്ടിയ ഏറ്റവും നല്ലൊരു ട്രെയിനിങ് ആണ് ബലാൽ മുഹമ്മദ്. ബലാൽ മുഹമ്മദ് JDMനെ ടേക്ക് ഡൗൺ ചെയ്യാനാവുന്ന നോക്കി,
മാത്രമല്ല ആ ഒരു തേർഡോ ഫോർത്തോ റൗണ്ടിൽ കോർണറിൽ ബലാൽ മുഹമ്മദ് ഇതിൽ പറയുന്നത് കേട്ടായിരുന്നു JDM സ്ലിപ്പർ ചെയ്യാണ് ഇങ്ങോട്ട് പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ബലാലിനെ അറിയത്തില്ല, അതായത് എവിടെ പിടിച്ച് സെറ്റിൽ ആവണം, എവിടെ പിടിച്ച് അങ്ങോട്ട് ടേക്ക് ഡൗൺ ചെയ്യണം, ആ ഒരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. നേരെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറുക, നേരെ ഊരിപ്പോരുക, ഇതുപോലത്തെ കാര്യങ്ങളായിരുന്നു JDM ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ക്രൈഗ് ജോൺസ് ഇതുപോലെ ഗ്രാപ്ലിംഗ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ, അത് ഇതുപോലെ കുറേ പരിപാടിയുണ്ട്, ബ്രോൾ ആൻഡ് സ്പ്രോൾ, ജസ്റ്റ് സ്റ്റാൻഡപ്പ്, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. ജസ്റ്റ് സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെറിക് ലൂസ് നിങ്ങൾക്ക് അറിയത്തില്ലേ, ഡെറിക് ലൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അതായത് ഇനി എത്ര വലിയ ഗ്രാപ്ലർ നേരെ പിടിച്ച് നിലത്തിട്ട് കഴിഞ്ഞാലും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും കുടഞ്ഞ് എണ്ണിക്കുക എന്നുള്ളത്. അതേ കാര്യം ഇവിടെ ചെയ്യുകയും ചെയ്തു. അതായത് അത് നിങ്ങൾ കണ്ടില്ല എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ബലാലെ പിടിച്ച് നിലത്തിട്ട് കഴിഞ്ഞാലും നിസ്സാരമായിട്ട് ചാടി എണ്ണിക്കുക ചെയ്യും, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ഊരിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് ആ ലാസ്റ്റ് റൗണ്ടിൽ പോലും നമ്മൾ കണ്ടില്ലേ. എന്നിട്ട് നേരെ അങ്ങോട്ട് തിരിച്ച് കയറി സ്ട്രൈക്ക് ചെയ്യുക, ആവശ്യത്തിന് ഡാമേജ് വരുത്തുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഡീൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഒപ്പണൻ്റാണ് JDM. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു റെസ്ലിങ്ങിനെതിരെ ആൾക്കാർ ഇതുപോലെ പുതിയ ടെക്നിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലൊക്കെയാണ്. അതിന് പകരമായിട്ട് ഇപ്പം ശരിക്കും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബ്രോളിംഗ് ആൻഡ് സ്പ്രോളിംഗ് എന്ന് പറയുന്നത്. ബ്രോളിംഗ് ആൻഡ് സ്പ്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ആ ഒരു സ്റ്റാൻഡപ്പിൽ ഫൈറ്റ് നിർത്തുക, ഗ്രൗണ്ടിലേക്ക് പോകാതെ നോക്കുക, അതാണ് സ്പ്രോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടേക്ക് ഡൗൺസ് ഡിഫെൻഡ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, നേരെ കാല് പുറോട്ട് പോയിട്ട് ആ ഒരു ഡിഫെൻഡ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ. ബേസിക്കലി ഇതാണ് ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഫൈറ്റ് കൊണ്ടുപോകാതിരിക്കാൻ നോക്കുക, മാക്സിമം സ്റ്റാൻഡപ്പ് ആൻഡ് സ്ട്രൈക്കിങ്ങിൽ നിർത്തുക. അതിനുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന രണ്ടുപേരാണ് JDM-ഉം ഇലിയട്ട് പോരെയൊക്കെ. പറഞ്ഞു വരുന്നത് പറയുമ്പോഴത്തേക്ക് ഇതാണ്, നേരെ ഗ്രൗണ്ടിലേക്ക് പോകാതിരിക്കാൻ നോക്കുക, അഥവാ ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് ചാടി എണ്ണിക്കുക, നേരെ ആ ഒരു സ്ട്രൈക്കിങ്ങിലേക്ക് പോകാം. അത് പതുക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പരീക്ഷണം നടക്കുന്നൊരു സ്ഥലം കൂടാണ് ഇനി ഇസ്ലാം മക്കാച്ചി വേഴ്സസ് JDM ഫൈറ്റ്. കാര്യം JDM എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ബ്രോളിംഗ് ആൻഡ് സ്പ്രോളിംഗ് എന്ന് പറയുന്ന സൈഡിൽ നിൽക്കുന്ന ആളും ഇസ്ലാം മക്കാച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ആ ഒരു റെസ്ൽ ചെയ്ത് നിലത്തൊരു ഗ്രാപ്പിൾ ചെയ്യുന്ന ആളുമാണല്ലോ. മാത്രമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുതിയ ജഡ്ജിങ് ക്രൈറ്റീരിയയും വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതായത് കൺട്രോൾ ടൈമിന് ഈ പറയുന്ന അത്ര ഒരു മുൻതൂക്കം കാണത്തില്ല, പകരം അവിടെ സബ്മിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാമേജ് വരുത്താൻ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ റൂൾസ് മാറുമെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വരുന്നത് പറയുമ്പോഴത്തേക്ക് ഈ JDM വേഴ്സസ് ഇസ്ലാം മക്കാച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ബ്രോളിംഗ് ആൻഡ് സ്പ്രോളിംഗ് വേഴ്സസ് ആ ഒരു റെസ്ലിംഗ് അല്ലെങ്കിൽ ഗ്രാപ്ലിംഗ് എന്നൊരു രീതിയിലൊരു ഫൈറ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് പേടിക്കേണ്ട, ഇസ്ലാം മക്കാച്ചിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ആ ക്രൈഗ് ജോൺസ് ഇപ്പം JDM-ന്റെ സൈഡിലുണ്ട്. JDM-ന്റെ സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്രൈഗ് ജോൺസ് ആണ് വോൾക്കനോസ്കി ഇസ്ലാം മക്കാച്ചിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അതിന് ഫസ്റ്റ് ഫൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് ഏറെക്കുറെ നല്ല സക്സസ്സും ആയിരുന്നു. അന്നത്തെ അത്രയും ഡേറ്റ ഇപ്പം ക്രൈഗ് ജോൺസിൻ്റെ കയ്യിലുണ്ട്. അന്നേരം ശരിക്കും അതിൻ്റെ ആ ഒരു വോൾക്കനോസ്കി വേഴ്സസ് ഇസ്ലാം മക്കാച്ചിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഡാഗിസ്ഥാനി വേഴ്സസ് ഓസ്ട്രേലിയ എന്ന് പറയുന്നതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും ഈ ഒരു ഇസ്ലാം മക്കാച്ചി വേഴ്സസ് JDM എന്ന് പറയുമ്പോഴത്തേക്ക്. അന്ന് വോൾക്കനോസ്കിയെ ട്രെയിൻ ചെയ്യിച്ച അത്രയും ഡേറ്റ, അല്ലെങ്കിൽ വോൾക്കനെ പ്രിപ്പയർ ചെയ്ത അത്രയും ഡേറ്റ ഇപ്പം ക്രൈഗ് ജോൺസിൻ്റെ കയ്യിരിപ്പുണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഇനി ക്രൈഗ് ജോൺസ് JDM-നെ പ്രിപ്പയർ ചെയ്യാനും പോകുന്നത് ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട്. അന്നേരം ഈ ഒരു ഫൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്ലാം മക്കാച്ചി വേഴ്സസ് JDM-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്ലാം മക്കാച്ചിനെതിരെ ശരിക്കും നല്ല സൂപ്പർ റിസ്കി ഫൈറ്റാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, അന്നേരം ഇത്രയും റീസൺസ് ഉള്ളത് കൊണ്ടും ഇസ്ലാം മക്കാച്ചിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഏറ്റവും ബെസ്റ്റ് ഗ്രാപ്ലർ മക്കാച്ചവല്ല, ഏറ്റവും ബെസ്റ്റ് റെസ്ലർ മക്കാച്ചവല്ല, ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ മക്കാച്ചവല്ല. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ മക്കാച്ചയാണ് ഏറ്റവും ബെസ്റ്റ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞാലും ആ ഒരു ഫിസിക്കാലിറ്റി അഡ്വാൻറ്റേജ് മക്കാച്ച നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫിസിക്കാലിറ്റി അഡ്വാൻറ്റേജ് JDM-നെതിരെ കാണത്തില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം, മക്കാച്ച എന്തൊക്കെ ചെയ്യുന്നോ അതിനെയൊക്കെ പ്രതിരോധിക്കാനും എന്നാൽ അതിന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള സകല കേപ്പബിലിറ്റീസും JDM-നുണ്ട്. അതായത് ഇസ്ലാം മക്കാച്ചി വേഴ്സസ് പോയിഡർ ഫൈറ്റ് അത്ര ഒരു വാറിലേക്ക് പോയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുറേ കൂടി സൈക്കോളജിക്കലും കൂടാണ്. അതായത് ഈ ഡാഗിസ്ഥാനിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, ഒരു ഡാഗിസ്ഥാനി ഫൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്. അതായത് ഇപ്പം ക്രൈഗ് ജോൺസും ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് കുറേ കൂടി ഒരു മെൻ്റൽ തിങ് ആണ്. അതായത് പെട്ടെന്ന് വന്നിങ്ങനെ തീർത്ത് കളയും ഒരു പേടിയും കൂടെ ഉള്ളപ്പോഴത്തേക്ക് ശരിക്കും അതും ആ ഒരു ഫൈറ്റിന് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. പക്ഷേ JDM-ന്റെ കേസിൽ ആ ഒരു ഇത് കാണത്തില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, JDM ഏറ്റവും ബെസ്റ്റ് ഒരു പ്രാക്ടീസാണ് ഈ ഒരു ബലാൽ വഴി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബലാലിനെ തോപ്പിച്ച ഒരു കോൺഫിഡൻസ് JDM-ന് നന്നായിട്ട് കാണും. അതിൻ്റെ കൂടെ തന്നെ മക്കാച്ചി ഒരു സ്മോളർ ഒപ്പണൻ്റ് ആണെന്നുള്ളതിൻ്റെ കോൺഫിഡൻസ് കാണും. അതുകൊണ്ട് തന്നെ മക്കാച്ചിന് ഇവരുടെ ഈ പറയുന്ന ബാക്കിയുള്ളവരുടെ മേളിലുള്ളൊരു സൈക്കോളജിക്കൽ ആധിപത്യം ഈ ഒരു JDM-ന്റെ മേളിൽ കാണത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കാച്ചി വേഴ്സസ് പോയിഡർ ഫൈറ്റിൽ ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ പോയിഡർ ഇങ്ങനെ പേടിച്ച് നിന്നു. അപ്പോഴത്തേക്ക് മക്കാച്ചി ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്ക് കോച്ചസ് ഇതുപോലെ പറഞ്ഞു നേരെ ഫെൻസിൻ്റെ അങ്ങോട്ട് പോകാതിരിക്കുക, തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോഴത്തേക്ക് നേരെ ആ ഒരു ഡോഗ് ഫൈറ്റിലേക്ക് പോയത്. മക്കാച്ചിന് ഓപ്പണിലിട്ട് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫെൻസിൻ്റെ അവിടെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവൻച്വലി അത് ചെയ്തെങ്കിൽ പോലും മക്കാച്ചി കുറേ നന്നായിട്ട് പാടുപെട്ടു. ഈ ഒരു ഡസ്റ്റിൻ പോറിൽ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, അത് ഏറ്റവും ബെസ്റ്റായിട്ടും നീറ്റായിട്ടും ചെയ്യുന്ന ആളാണ് JDM. ആ ഒരു പ്രോപ്പർ ബോക്സിംഗ് ആവട്ടെ, ഹെഡ് മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലാവട്ടെ, ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിലാവട്ടെ, ഫുട് വർക്കിൻ്റെ കാര്യത്തിലാവട്ടെ, അത് മാത്രമല്ല സൂപ്പർ ടഫാണ്. സൂപ്പർ ടഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഗിൽബർട്ട് ബേൺസ് വേഴ്സസ് JDM ഫൈറ്റ് ഉണ്ടല്ലോ, അതിൽ JDM-ന്റെ കൈ ഒടിഞ്ഞായിരുന്നു.
ആ ഒടിഞ്ഞ കൈയും വെച്ചിട്ടാണ് അവസാനം ബേൺസിൻ്റെ ഗ്രാപ്ലിംഗ് സർവൈവ് ചെയ്തിട്ട് അവസാനം ബേൺസിനെ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഡോഗ് ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ JDM അവിടെ അപ്പർ ഹാൻഡ് കാണും. ഇപ്പോൾ മക്കാച്ചേവ് JDM ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ടേക്ക് ഡൗൺ ഡിഫൻസ് ഉണ്ട്. മാത്രമല്ല ഫൈറ്റ് ഇതൊരു അനൗൺസ് ആയിട്ട് പോലുമില്ല. ഇത്രയും നാളും ഫൈറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഫൈറ്റിൻ്റെ അന്ന് വരെയും ഈ JDM ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ക്രൈഗ് ജോൺസിൻ്റെ കൂടെ ചെയ്യാൻ പോകുന്നത് പറയുമ്പോഴത്തേക്ക് ആ ഒരു സബ്മിഷൻ ഡിഫൻസും ടേക്ക് ഡൗൺ ഡിഫൻസും ഗ്രൗണ്ടിലുള്ള പരിപാടിയായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. കാര്യം ബോക്സിങ് JDM നന്നായിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് പോകാതിരിക്കാനായിരിക്കും JDM മാക്സിമം നോക്കുന്നത്. മാത്രമല്ല JDM 28 വയസ്സേ ഉള്ളൂ. ഭയങ്കര രീതിയിലാണ് JDM ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. JDM ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ സ്ക്രാമ്പിൾസ് ആണ്. പക്ഷേ ഇത്രയും ഭയങ്കരമായിട്ട് ടേക്ക് ഡൗൺസ് ഡിഫെൻഡ് ചെയ്ത് ഇമ്പ്രൂവ് ആയി വരുമെന്ന് ഞാൻ കരുതിയില്ല. അത് നമ്മൾ ബലാൽ ഫൈറ്റിൽ കണ്ടു. അതുകൊണ്ട് തന്നെ മക്കാച്ചേവിന് JDM ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ലോങ് ഫൈറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അന്നേരം ഒരു നീണ്ട ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഒന്നാമത്തെ എനിക്ക് പേടിയുള്ളൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മക്കാച്ചേവ് കുറച്ചുകൂടെ വെയിറ്റ് പുട്ടോൺ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ വെയിറ്റ് ക്ലാസ് ആണ്, കുറച്ച് വെയിറ്റ് പുട്ടോൺ ചെയ്യും. അതുകൊണ്ട് തന്നെ കാർഡിയോയുടെ ഇഷ്യൂ വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബലാലിന് മക്കാച്ചേവിനേക്കാളും കാർഡിയോ ഉണ്ട്. അങ്ങനെ ഒരാളെയാണ് JDM സർവൈവ് ചെയ്തത്. മാത്രമല്ല JDM വീണ്ടും 1-2 റൗണ്ടും കൂടെ പോകാനുള്ള കാർഡിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. 5 റൗണ്ട് സൂപ്പറായിട്ട് പോകാൻ പറ്റുന്നു JDM പ്രൂവ് ചെയ്തു. മക്കാച്ചേവിൻ്റെ കാര്യമാണെങ്കിൽ ടഫ് ഫൈറ്റ് ആണെങ്കിലും ഒരു ഡോഗ് ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ മക്കാച്ചേവ് കഴിയും. ആ ഒരു ഡസ്റ്റിൻ പോറിയർ ഫൈറ്റിലാണെങ്കിലും എസ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് വോൾക്കനോസ്കി ഫൈറ്റിലും മക്കാച്ചേവ് നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം വെൽറ്റർ വെയിറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് വെൽറ്റർ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മക്കാച്ചേവിന് ഒബ്വിയസ്ലി ടഫ് ഫൈറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ JDM എക്സ്ട്രീംലി ടഫാണ്. മാത്രമല്ല ലൈറ്റ് വെയിറ്റ്സിനേക്കാൾ ഹെവി ഹിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് വെൽറ്റർ വെയിറ്റ്സ്. JDM അതുപോലെ തന്നെ ഡാമേജ് ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻസ് ഫൈറ്റിലേക്ക് പോകുമായിരിക്കും. ഇനി എത്രയൊക്കെ മക്കാച്ചേവ് JDM ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും തിരിച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ JDM കയ്യിലുണ്ട്. ഫുട് വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ടേക്ക് ഡൗൺ ഡിഫൻസ് ഉണ്ട്. ആ ഒരു ബലാലിനെതിരെ കണ്ട പോലെ തന്നെ ആ ഒരു കൈ താത്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ടാണ് JDM നിൽക്കുന്നത്. അതുപോലെ തന്നെ JDM നന്നായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ബോഡി പഞ്ചസ്. ബോഡിയിൽ ഹിറ്റ് ചെയ്ത് അവിടെ ഡിസ്റ്റൻസിൽ നിർത്തുക. ഈ കാര്യങ്ങളെല്ലാം JDM നന്നായിട്ട് ചെയ്യും. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു മാച്ച് ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം JDM വല്ല മണ്ടത്തരങ്ങളും കാണിച്ചിട്ട് നേരെ മക്കാച്ചേവ് ഡാർസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റിയർ നേക്കോട്ട് ചോക്ക് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെ ഇസ്ലാമിൽ ഇതൊരു സൂപ്പർ ടഫ് ഫൈറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം ആദ്യമായിട്ടായിരിക്കും ഒരു ഫിസിക്കൽ മാച്ചിനെ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഭയങ്കര നെർവസാണ്. കാരണം ഇസ്ലാം എന്തൊക്കെ സ്ട്രൈക്കിങ്ങിൻ്റെ കാര്യത്തിൽ ചെയ്യുമോ അതെല്ലാം അതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് JDM. അതുപോലെ തന്നെ ഇസ്ലാം മക്കാച്ചിന്റെ ബ്രൂട്ട് സ്ട്രെങ്ത് വെച്ചിട്ട് JDM ഓവർപവർ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. Little doubts that are going to creep in. I'm sure Jack was going through that, being like, all right, worried about, what if he takes me down and all that. But the fact that he was able to stop it and feel so comfortable, I guarantee you he's leveled up again. His confidence in his takedowns has just went up significantly leading into this fight. I think his confidence is going to be at a whole nother level. So through camp, I guarantee you if he's back in training right now, people trying to take him down are going to find it almost impossible. Only the top guys are going to have a chance of taking him down, and they're going to have a very hard time even holding him down. അതുകൊണ്ട് ഗ്രൗണ്ടിലേക്കും പോകുന്നുള്ള കാര്യത്തിലും സംശയമാണ്. ഈ ഒരു സ്റ്റാൻഡപ്പിൽ നിർത്തിയിട്ടൊരു ഡോഗ് ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇസ്ലാം മക്കാച്ചിനെ നന്നായിട്ട് ടെസ്റ്റ് ചെയ്യാൻ JDM പറ്റും. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ JDM ഇത്ര കുറച്ച് കാണുന്നത്. ഇസ്ലാം മക്കാച്ചവും ഇതെല്ലാം പറയുന്നത് കേട്ടായിരുന്നു, ബെൽറ്റ് എന്തെങ്കിലും ക്ലീൻ ആക്കി വെച്ചോ അതെടുക്കാൻ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. JDM റിപ്ലൈ ആയിട്ട് കമാൻഡ് ഗെറ്റ് ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫൈറ്റ് ആയിരിക്കും. ഈ ഒരു ഫൈറ്റ് തോറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാര്യം ഇസ്ലാം മക്കാച്ച ആ ഒരു വിൻ സ്ട്രിക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് നടക്കത്തില്ല. അത് മാത്രമല്ല ഈ ഒരു ഫൈറ്റ് തോറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഇസ്ലാം വേഴ്സസ് ഇലിയയുടെ കംപ്ലീറ്റ് ഹൈപ്പ് പോയി കിട്ടും. അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇസ്ലാം മക്കാച്ചേവ് തോറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഡാഗിസ്ഥാനി ഹൈപ്പിന് എൻ്റെ വരുമെന്ന് ഒരുപാട് പേരും പറയുന്നുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഡാഗിസ്ഥാനീസ് വന്നിട്ട് UFC ഇപ്പോൾ കോൺകർ ചെയ്യും, എല്ലാവരും തോപ്പിക്കും എന്നൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അതിനൊരു പരിധിവരെ ഉണ്ടാവും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഉമർ തോറ്റു, അത് കഴിഞ്ഞിട്ട് ഷറഫുദ്ദീൻ മഖമഡോവ് തോറ്റു, പിന്നെ ഉസ്മാൻ നർമഖമഡോവ് ബെലേറ്ററിൽ പോൾ ഹ്യൂസുമായിട്ട് ഏറെക്കുറെ ഒരു ഡ്രോയ്ക്ക് സമാനമായിട്ടൊരു ഫൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇസ്ലാം മക്കാച്ചേവും കൂടെ തോറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഡാഗിസ്ഥാനി ഇൻവിൻസിബിലിറ്റിക്ക്, അതായത് ഇവരെ തോപ്പിക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്നൊരു ചിന്താഗതിയിലേക്ക് ആൾക്കാർ വരും. ഇപ്പം ഇസ്ലാം മക്കാച്ചേവ് ഈ ഒരു ഫൈറ്റ് തോറ്റ് കഴിഞ്ഞാൽ ഇസ്ലാം മക്കാച്ചേവ് ലൈറ്റ് വെയിറ്റ് പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് പുട്ട് ഓൺ ചെയ്യാൻ ഇസ്ലാം മക്കാച്ചേവ് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത്രയും സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഇസ്ലാം മക്കാച്ചേവ് ക്വാളിറ്റി വെയിറ്റ് ആയിരിക്കും പുട്ട് ഓൺ ചെയ്യുന്നത്. വെൽറ്റർ വെയിറ്റിലേക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് കൂട്ടാൻ ഇസ്ലാം മക്കാച്ചേവ് ശ്രമിക്കും. ഇപ്പം തന്നെ ലൈറ്റ് വെയിറ്റിൽ ഇത്രയും വെയിറ്റ് മേക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര സൂക്ഷിച്ച് റെഗുലേറ്റഡ് ആയിട്ട് നിന്നതുകൊണ്ടാണ്. അതിപ്പോൾ ഇത്രയും വെയിറ്റും കൂടെ പുട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇസ്ലാം മക്കാച്ചേവ് ഇനി വെയിറ്റ് കട്ട് ചെയ്തിട്ട് ലൈറ്റ് വെയിറ്റിലേക്ക് പോകാൻ പറ്റുമെന്ന്. ഇവിടെ ഈ ഒരു ഫൈറ്റ് തോറ്റ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി വരുന്ന ആൾക്കാർ ഇപ്പം ഷൗക്കത്ത്, അത് കഴിഞ്ഞ് ഷോൺ ബ്രേഡി എന്ന് പറയുമ്പോഴത്തേക്ക് പക്ക ഗ്രാപ്ലറാണ്. UFC ഇപ്പോഴത്തെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാപ്ലേഴ്സിൽ ഒരാളാണ്. ഇനി വരുന്ന ഒരു ഒറ്റ ഒപ്പോണൻറ്റ് ഇസ്ലാം മക്കാച്ചേവിന് ഈസി ആയിരിക്കത്തില്ല. ശരിക്കും മക്കാച്ചേവ് ഭയങ്കര ഒരു ട്രിക്കി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യത്തിൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. JDM ഇസ്ലാം മക്കാച്ചേവ് തോപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇസ്ലാം മക്കാച്ചേവ് സിലിയ ടോപ്പുര ഫൈറ്റ് നടക്കും. കാര്യം അതിപ്പോൾ ആരും ഡാനോയോട് ചോദിച്ചതല്ല, മറ്റേ നെൽക്ക് ബോയ്സ് പോഡ്കാസ്റ്റിൽ ഡാനോയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ്.
ഇങ്ങനെ ജയിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കും, അടുത്ത അതാണ് നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഡാന പറഞ്ഞു. കാരണം ഡാന ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അത് ഡാന കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം അത് ഏറെക്കുറെ കൺഫേം ആണ്. അത് മിക്കവാറും വെൽറ്റർ വെയ്റ്റിലായിരിക്കും ഈ ലെട്ടപ്പുര തേർഡ് ബെൽറ്റ് വേണ്ടിയിട്ട് നോക്കാം എന്തായാലും. കാരണം അതിന് മുമ്പ് ഇങ്ങനൊരു JDM എന്ന് പറയുന്നൊരു തടസ്സമുണ്ട്, പക്ഷേ അതൊരു നിസ്സാര തടസ്സമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാനിവിടെ ഇസ്ലാം മക്കാസിനെ കുറിച്ച് കൂടുതൽ പറയുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇസ്ലാം മക്കാസിൻ്റെ കേബിലിറ്റീസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. JDMനെ ഒരുപാട് പേര് ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം ഇതാണ് ഇസ്ലാം മക്കാസി വേഴ്സസ് JDM. എന്തായാലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.